നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം. കാരണം ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസ് മടങ്ങി വന്നതിന്ന് പുലർച്ചെയാണ്, സുരക്ഷിതമായി തന്നെ വന്നിരിക്കുകയാണ്. പക്ഷേ വെറും 8 ദിവസത്തേക്ക് വേണ്ടി, പഠനങ്ങൾക്കായി 8 ദിവസത്തേക്ക് വേണ്ടിയാണ് സുനിത വില്യംസും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. പക്ഷേ അവിടെ 9 മാസം കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ തിരിച്ചുവരവ് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും ചില കാരണങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രമോദ് സാർ, ഈ പറഞ്ഞതുപോലെ 8 ദിവസത്തേക്ക് പോയതാണ്, പക്ഷേ 9 മാസം അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. ടെക്നോളജി ഇത്രയും വികസിച്ച ഈ ഒരു സമയത്താണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ തിരിച്ചു വന്നത് അത് നമ്മൾ ആഘോഷിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് 9 മാസം അവിടെ കുടുങ്ങിക്കിടന്നു എന്നുള്ളൊരു കാര്യം ചർച്ച ചെയ്യുകയാണോ? അതെ, വളരെ ശരിയാണത്. തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇന്ന് പോയിട്ട് ഒരാൾ അവിടെ എത്തുന്നു, നാളെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവരെ തിരികെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സും ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രോസസ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അൺഡോക്കിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചെത്തുന്നതും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മുമ്പും അങ്ങനെ നടന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകതയാണ്. അവിടെ നിന്ന് അവർ തിരിച്ചെത്തുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു അമിതമായ വാർത്താ പ്രാധാന്യമോ പ്രത്യേകതയോ ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പക്ഷേ ഈ 286 ദിവസം അവിടെ സസ്റ്റെയിൻ ചെയ്തു എന്നത് വലിയൊരു വ്യക്തിപരമായ നേട്ടമായിട്ട് പിന്നെ സുനിത വില്യംസിനും മറ്റേയാളുടെ പേര് അതെ വിൽമൂറിനും വേണമെങ്കിൽ കാണാവുന്നതാണ്. കാരണം അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇപ്പോൾ സുനിതയ്ക്ക് അത് സാധിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടും അവരുടെ ഇതിലുള്ള കൺവിക്ഷൻ കൊണ്ടും ഒക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 8 ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ് അവർ അവിടെ പോകുന്നത്. അത് നമ്മൾ കാണണം. പേഴ്സണലി ഓൾസോ എക്യുപ്മെൻറ്റ് വൈസ് മാത്രമല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ മറ്റ് ഒരുക്കങ്ങൾ കൊണ്ട് മാത്രമല്ല, അവരുടെ തൊലി പോലും അങ്ങനെയാണ്. അതിനുവേണ്ടി മാത്രമായിട്ടാണ് അവിടെ പോകുന്നത് നമ്മൾ കാണണം. അപ്പോൾ അവിടെ ഈ 286 ദിവസം വളരെ വിജയകരമായി സസ്റ്റെയിൻ ചെയ്ത് നിന്നു. അതും അവർ എൻജോയ് ചെയ്തു. അവർ ഈ പിന്നെ സ്പേസ് വാക്ക് അവർ കൂടുതൽ അതിൽ മുന്നോട്ട് പോയി. അതിൽ ആദ്യത്തെ ഇപ്പോൾ റെക്കോർഡ് അവരുടെ പേരിലായി, സ്ത്രീ എന്ന നിലയ്ക്കുള്ള റെക്കോർഡ് അവരുടെ പേരിലായി. അതൊക്കെ വലിയ നേട്ടങ്ങളാണ്. അത് നമ്മൾ അവരെ അഭിനന്ദിച്ചേ മതിയാവും. അതിലാണ് അവർക്ക് നമ്മൾ വലിയൊരു കൈയടി കൊടുക്കേണ്ടത്. അവർ തിരിച്ചെത്തി എന്നുള്ളതിലല്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് ഇപ്പോൾ പിന്നെ അമൃത ചോദിച്ച ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഒരു വിജയമാണോ പരാജയമാണോ എന്നുള്ളതാണ്. ഇതിനെ ഒബ്ജക്റ്റീവ്ലി നമ്മൾ വിലയിരുത്തുമ്പോൾ ചോദിക്കേണ്ട കാര്യം. സ്റ്റാർലൈനർ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന് പിന്നെ ലീക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹൈഡ്രജൻ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട്, കണ്ടെത്തിയിരുന്നു എന്ന് വാർത്തകളുണ്ടായത്. പക്ഷേ അത് കണക്കിലെടുക്കാതെ അത് അത്ര ഗുരുതരമല്ല, അത് വലിയ അപകടം സൃഷ്ടിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഇവരെ അങ്ങോട്ട് അയക്കുന്നത്. ഈ രണ്ടുപേരും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർലൈനറിന് കൂടുതൽ അപകടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തകരാറുകൾ ഉള്ളതായി കണ്ടെത്തി. അതുകൊണ്ട് അതിനകത്തൊരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അത് തനിയെ അത് മാത്രമായി തിരിച്ച് ഭൂമിയിലെത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ കാണണം. ഏറ്റവും വലിയ പരീക്ഷണം അതായിരുന്നു. അതായത് അതുപോലൊരു വാഹനത്തിൽ എങ്ങനെ ആളുകളെ എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഘട്ടം. അത് സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെയാണ് പരാജയമുണ്ടായത്. അതുകൂടെ അവരവിടെ തങ്ങുന്നു. ആ തങ്ങുന്ന മുറയ്ക്ക് ഈ തിരിച്ചവരെ എത്തിക്കാനുള്ള പദ്ധതിക്കും കുറേ കാലതാമസം ഉണ്ടാകുന്നു. അതാണിപ്പോൾ സ്പേസ് എക്സിൻ്റെ തന്നെ ഈ ഡ്രാഗൺ അല്ലേ, അതിൽ അവരെ തിരിച്ചെത്തിക്കുക. അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അത്ര സക്സസ്ഫുൾ ആവുന്നതിൽ ഒരു അത്ഭുതവുമില്ല. അതങ്ങനെ തന്നെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്, ഇനിയും അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണേണ്ടത് ഇതിൻ്റെ കമേഴ്സ്യലൈസേഷൻ്റെ ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ദാറ്റ്സ് സൈഡ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഇനി വിലയിരുത്തലുകൾക്കോ അല്ലെങ്കിൽ വീണ്ടുമുള്ള പിന്നെ റിവ്യൂവിന് വിധേയമാക്കേണ്ട കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് കമേഴ്സ്യലൈസ് ചെയ്തിട്ട് പിന്നെ സ്പേസിലേക്ക് ആളുകൾ നിരന്തരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ അത് പ്രായോഗികമായി ഒരുപാട് വീണ്ടും ചിന്തകൾക്ക് ഒരുപക്ഷെ വിധേയമാക്കേണ്ടി വരും. നാസയ്ക്ക് ഒരുപക്ഷെ ഇത് കൈകാര്യം ചെയ്യാനുള്ള സമ്പൂർണ്ണമായ ശേഷിയുള്ള ഒരു സ്ഥാപനമാണ് നാസ. നാസയെ നമ്മൾ ഒരിക്കലും പിന്നെ കുറച്ച് കാണരുത്, ഇത്തരത്തിലുള്ള ഏത് പിന്നെ സംഭവമായാലും. അതുകൊണ്ടാണ് സുനിത വില്യംസ് അവിടെ പെട്ടുപോയി എന്ന് പറയുമ്പോഴും നമുക്കതിൽ വലിയൊരു ആശങ്കയോ ഉത്കണ്ഠയൊന്നുമില്ല. കാരണം ഇതിനകത്ത് അവരത്ര അമ്മാതിരി കക്ഷികളാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് പണ്ട് നമ്മളിപ്പോൾ പറയുന്ന പോലെ പിന്നെ പിന്നെ സോവിയറ്റ് എന്നൊരു നാടുണ്ട്, അത്ര സോവിയറ്റ് യൂണിയനെ കുറിച്ച് ആ ഒരു ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതായിരുന്നല്ലോ. പിന്നെ ഇതിലേക്ക് സ്പുട്നിക് അയച്ച സമയത്തുള്ള അവരെക്കുറിച്ച്, അതാണ് സോവിയറ്റ് യൂണിയൻ ഏറ്റവും നമ്മുടെ മനസ്സുകളിൽ നേടിയിട്ടുള്ള ഏറ്റവും വലിയ വിജയം. അപ്പോൾ അത് പിന്നീട് സോവിയറ്റ് യൂണിയൻ തന്നെ ഇല്ലാതാവുന്നതോടെ തകരുന്നുണ്ടെങ്കിലും
നാസയുടെ കാര്യത്തിൽ അത് കുറേ കൂടി അഡ്വാൻറ്റേജസ്, കുറേ കൂടി മുന്നോട്ട് പോയി, കുറേ കൂടി സ്റ്റേബിളായിട്ടുള്ള ഇപ്പോൾ ഈ അന്താരാഷ്ട്ര പിന്നെ ഈ ISS ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ എന്ന് പറയുന്ന ഈ സംഗതിക്ക് ഇപ്പോൾ റഷ്യയും അമേരിക്കയും കൂടി ചേർന്നാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് കൂട്ടരുടെയും പിന്നെ ഒരു കേന്ദ്രമാണ് അത് എന്ന് പറയാം. അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് ഇത് പരാജയമാണോ വിജയമാണോ എന്നതിലുപരി ഇതിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യൻ എത്ര കാലത്തേക്ക് സ്പേസിൽ നിൽക്കാൻ, ഇതിനേക്കാൾ കൂടുതൽ സമയം ദിവസങ്ങൾ നിന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ഇത്രയും അതിനുള്ളൊരു മുന്നൊരുക്കമില്ലാതെ അവിടെ പോയ ഒരാൾക്ക് എത്ര കാലത്തേക്ക് അവിടെ തുടരാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല തിരിച്ചെത്തിയ ശേഷം ഇപ്പോൾ സുനിത വില്യംസ് തിരിച്ചെത്തിയിട്ട് നമ്മളിപ്പോൾ അവരുടെ വിഷ്വൽ കാണുമ്പോൾ ഇവർ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അല്പം നടക്കുന്ന പോലെയൊക്കെയുള്ളൊരു ഷോട്ട് കണ്ടു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല. പക്ഷേ എന്നാലും അതിന് ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇങ്ങനെ പ്രിപ്പറേഷൻ ഇല്ലാതെ അവിടെ പോയ ഒരാൾക്ക് എത്ര നാൾ അവിടെ തങ്ങാൻ കഴിയുന്നു, അത് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരാൾക്ക് ഇവിടെ ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു, അവരുടെ ആരോഗ്യത്തിന്, അവരുടെ ശരീരം, അവരുടെ മറ്റു തരത്തിലുള്ള പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള സംഗതികൾ, അതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം ഈ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയാവുന്ന നിലയിൽ ഇപ്പോൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആ മേഖലയിലെ പഠനത്തിന് ഇനിയിപ്പോൾ അങ്ങോട്ട് സുനിത ഭൂമിയിൽ എത്തിക്കഴിഞ്ഞ സുനിത എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പരീക്ഷണ വസ്തുവാണ്. ഇപ്പോഴും അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ശാസ്ത്രത്തിന്. അവർക്കുണ്ടാകുന്ന ഈ രണ്ടുപേരും അവർക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇനിയിപ്പോൾ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ തണുപ്പ് പിന്നെ ചൂട് ഇതൊക്കെ വരുന്ന സമയത്ത് അവരുടെ പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നടക്കണമെങ്കിൽ തന്നെ ഇനിയും കുറേ ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. വ്യക്തമായ കുറേ ദിവസങ്ങളല്ല, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുൾപ്പെടെയുള്ള തുടർ പഠനങ്ങൾക്ക് വളരെ സഹായിക്കുന്ന ഒരു നീക്കമായിട്ട് വേണം കാണാം. ആൻഡ് സുനിത ഇസ് സംതിങ് അല്ലേ, നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. അവരെ എത്ര അഭിനന്ദിച്ചാലും അവർ നമ്മളുടെ ഒരു അഭിമാനമായിട്ട് നിൽക്കുന്നു. ഒരു ഗുജറാത്തിൽ നിന്നുള്ള ഒരാൾ, അത് ഞാൻ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ അമൃത, ഹരൻ പാണ്ഡ്യയുടെ ബ്രദറിൻ്റെ മകളാണ്. ഹരൻ പാണ്ഡ്യ അറിയാലോ, നമ്മുടെ ഗുജറാത്തിലെ പിന്നെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കൊല്ലപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ മകളാണ് സുനിത വില്യംസ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ നിലയ്ക്ക് സുനിതയെക്കുറിച്ച് നമുക്ക് ഭയങ്കര അഭിമാനം തന്നെ. നിഷാദിനെന്തായി തിരിച്ചുവരവിനെ കുറിച്ച് പറയാനുള്ള? അല്ല, ആളുകൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട് ശാസ്ത്രത്തെക്കുറിച്ച്. ശാസ്ത്രം അത്ര ഗംഭീരമായിരുന്നെങ്കിൽ 8 ദിവസത്തേക്ക് പോയാൽ 8 ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരണം, ഏറ്റവും കുറഞ്ഞ 10 ദിവസം കൊണ്ടെങ്കിലും തിരിച്ചു വരണം എന്ന് തമാശ പറയുന്നവരുണ്ട്. പക്ഷെ അതിലൊരു കാര്യമില്ല. കാരണം 8 ദിവസത്തേക്ക് വേണ്ടി പോയ ഒരാൾ അവരുടെ സാങ്കേതിക തകരാറുണ്ട്, അവിടെ കുടുങ്ങിപ്പോകുന്നു. അവരെ ഉപേക്ഷിച്ചില്ലല്ലോ ശാസ്ത്രം, അവരെ ശാസ്ത്രം തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മൾ സാധാരണ ശാസ്ത്രം വികസിക്കാത്ത ഒരു നാട്ടിലാണെങ്കിൽ അവരെ അവിടെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയും. എവിടെയെങ്കിലും പെട്ടുപോയ മനുഷ്യർ ഉപേക്ഷിക്കാനേ കഴിയും. പക്ഷേ അത്രയും സങ്കീർണമായ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടുപോയ വീണുപോയ മനുഷ്യർ നോക്കണം, അവർക്ക് ഇത്രയും ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കി തരാണ് ശാസ്ത്രം. അവർക്ക് ആവശ്യമുള്ള സംഗതികളായിട്ട് പിന്നീട് കാർഗോ ഷിപ്പുകൾ കൊടുത്ത് പറഞ്ഞു വിട്ടതാണ് ശാസ്ത്രം. ഒടുവിൽ അവരെ സുരക്ഷിതമായി ഇവിടെ തിരിച്ചിറക്കി കൈവീശി കാണിക്കുന്ന സുനിതയെ ലോകത്തിന് മുമ്പിൽ വെച്ചാണ് ശാസ്ത്രം. ശാസ്ത്രത്തിന് ചിലപ്പോൾ സമയമെടുക്കും, സമയമെടുത്താലും തോറ്റുപോയില്ല എന്നാണ് കാണേണ്ടത്. ശാസ്ത്രം വിജയിക്കുകയാണ് ഫൈനലിൽ, അവരെ ജീവനോട് തിരിച്ചു കൊണ്ടു. അതുകൊണ്ട് ശാസ്ത്രം എന്തോ ഒരു ദുർബലപ്പെട്ട സംഗതിയാണ് എന്ന ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചും മാനവരാശിയെ സംബന്ധിച്ചും ഇതിപ്പോൾ അമേരിക്കയുടെ ഒരു 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 പര്യവേഷകയാണ്, അല്ലെങ്കിൽ അമേരിക്ക നാസ അയച്ച ഒരാളാണ് എന്ന നിലയ്ക്കല്ല നമ്മളതിനെ ചുരുക്കി കാണേണ്ടത്. ശാസ്ത്രം ഉണ്ടാക്കുന്ന ഏത് നേട്ടവും മാനവരാശിക്ക് ആകെ തന്നെയുള്ള നേട്ടമാണ്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ കാല് കുത്തിയിട്ട് ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ് പ്രഖ്യാപിക്കുന്നത് എന്താണ്, അമേരിക്കയുടെ നേട്ടം എന്ന നിലയ്ക്കല്ല, ശ്രേഷ്ഠ അമേരിക്ക എന്നൊന്നുമല്ല അവർ പറഞ്ഞത്. ഇത് മനുഷ്യനൊരു കാൽവയ്പ്പാണ്, മാനവരാശിക്കൊരു കുതിപ്പാണ്. മാനവരാശിയുടെ ആകെ തന്നെയും മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രലോകം അതിൻ്റെ എല്ലാ നേട്ടങ്ങളെയും കാണുന്നത് എന്ന കാര്യം എടുത്തു കാണേണ്ടതാണ് എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. അതായത് ഇപ്പോൾ എലോൺ മസ്കിൻ്റെ വണ്ടിയിൽ തിരിച്ചു വരുന്നു, അദ്ദേഹത്തിനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നന്നായി ചെയ്യാൻ കഴിയുന്ന ആൾ എന്ന നിലയ്ക്കൊരു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നു, ബൈഡൻ ആ ബഹിരാകാശത്ത് എവിടെയോ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ സുനിത വില്യംസിനെ ഞാൻ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. ആർക്ക്? മസ്കിന് നന്ദി പറയുന്നു. കാരണം ബോയിങ്ങിൽ അയച്ചതാണ്, ബോയിങ്ങിന് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അവർ ജാള്യമായി നോക്കി നിൽക്കെ ഇതാ മസ്ക് ഹീറോയിക് പരിവേഷത്തോടെ പോകുന്നു, 2 സീറ്റ് ഒഴിച്ചിരുന്നു പോകുന്നു, അവരെ കയറ്റുന്നു, തിരിച്ചു വരുന്നു, ഇവിടെ ഇറക്കുന്നു. അപ്പോൾ ആരാണ് ഇതിൻ്റെയൊക്കെ കുലപതി
എന്ന് വെച്ചാൽ മസ്കാണ്, ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മസ്ക്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഓപ്പറേഷൻസ് മുഴുവൻ നടത്താൻ പോകുന്ന ആരാണ്? ഇപ്പം നാസയുടെ കഥ പറയാൻ 2011 മുതൽ ഇങ്ങോട്ട് ഉള്ള ചരിത്രം എടുത്താൽ നാസയ്ക്ക് സ്വന്തമായിട്ടും സ്പേസിലേക്ക് പോകാനുള്ള ഷിപ്പുകൾ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ റഷ്യയുടെ സോയിസ് എന്ന് പറയുന്ന വാഹനത്തിലെ സീറ്റുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. സീറ്റ് വാടകയ്ക്ക് എടുത്ത് പോവാണ്. അപ്പോൾ അതിന് വലിയ കോസ്റ്റ് ആവും. ഒന്നാമത്തെ കാര്യം. നാസ ഒരുപാട് ദൂരം മുന്നോട്ട് പോരുന്നതിലും സ്വന്തമായി സ്പേസ് ഷിപ്പുകൾ 2015 ശേഷം ഇങ്ങോട്ടില്ല, ഇടക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ കോസ്റ്റ് എന്ന് മാത്രമല്ല, അമേരിക്കയെ പോലെ നാസയെ പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിന് സ്വന്തം സ്പേസ് ഷിപ്പ് ഇല്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ അവർ തീരുമാനിക്കുന്നു. അവർ 2 സ്വകാര്യ കമ്പനികൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന മസ്കിൻ്റെ കമ്പനി, ഒന്നേതാണ് ബോയിങ് ആണ്. ഫൈനലി അവരൊരു സംഗതി കൊണ്ടുവരുന്നു. ഏതാണ്ട് 10 വർഷത്തോളം നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഈ സ്പേസ് ഷിപ്പ് കൊണ്ടുവരുന്നത്. അതിൻ്റെ പരീക്ഷണത്തിൽ തന്നെ പലകുറി പ്രശ്നങ്ങൾ കണ്ടിരുന്നു. എന്നിട്ട് മനുഷ്യരെ അയക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സുനിത വില്യംസും സംഘവും പോകുമ്പോൾ തന്നെ പ്രശ്നം കണ്ടിട്ടുണ്ട്. ബട്ട് അവർക്ക് അവിടെ ചെല്ലാൻ പറ്റി ഭാഗ്യം കൊണ്ട്. പക്ഷേ തിരിച്ചു വരുന്നത് അപകടകരമായിരിക്കും എന്ന് തോന്നുന്നു അവർക്ക്. അതിൽ തിരിച്ചു വരുന്ന എന്ന പദ്ധതി ഉപേക്ഷിക്കുന്നു. പിന്നീട് അത് പരിഹാരത്തിന് കുറേ സമയമെടുത്തു. ആ സമയമെടുത്തുകൊണ്ട് അപ്പം നാസ ആ കോൺസ്പിറസി തിയറിക്ക് എതിരായിട്ട് ഞാൻ പറയുന്ന പോയിന്റ് തന്നെ. ഇപ്പോൾ നാസ അതിനെല്ലാം കഴിയുമായിരുന്നു. പക്ഷേ നാസ മനഃപൂർവ്വം ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ സമ്മർദ്ദം കൊണ്ട് അത് ചെയ്യാതിരിക്കുക, ട്രംപിന് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അങ്ങനല്ല. നാസയുടെ മുമ്പിൽ പരിമിതികളുണ്ടായിരുന്നു. നാസ സ്പേസ് ഷിപ്പുകൾ ഉണ്ടാക്കി അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് ഈ സമയം എടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണേണ്ട കാര്യമാണ്. ഈ ഏജൻസികളാണ് ബോയിങ്ങും ഈ പറയുന്ന സ്റ്റാർ ലൈനറും. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ആ വിഷയം പഠിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലാതെ ദുരൂഹമായ എന്തോ ഒരു സംഗതി നടന്നു എന്ന മട്ടിലല്ല എടുക്കേണ്ടത്. എനിവേ എന്തായാലും അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. ഇനിയും കൂടുതൽ ആൾക്ക് പോകാനും വരാനും ഒക്കെ കഴിയട്ടെ. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവട്ടെ. ശാസ്ത്രം കുറച്ച് വേഗത്തിലാവുകയും കുറച്ച് ചീപ്പാവുകയൊക്കെ ചെയ്യട്ടെ. അതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം, അപ്പോൾ ശാസ്ത്രമാണ് സകലതും. മനുഷ്യരുടെ മറ്റെല്ലാ ബിലീഫ്സും അബദ്ധമാണെന്താ ബോധ്യപ്പെട്ടില്ലേ, മതങ്ങൾ മുഴുവൻ അബദ്ധമാണ്, മതവിശ്വാസങ്ങൾ മുഴുവൻ അബദ്ധമാണെന്താ ബോധ്യപ്പെട്ടില്ല എന്ന മട്ടിൽ കുറേ മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട്. അതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. എല്ലാത്തരം മനുഷ്യൻ്റെ മൂല്യങ്ങളെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയണം. സുനിത വില്യംസ് പോകുമ്പോൾ അവരവരുടെ ഗണപതിയുടെ ഒരു രൂപമോ ഗീതയോ ഒക്കെ കൊണ്ടുപോയി ഇപ്പോൾ വായിക്കുന്നത് കൊണ്ടു അതിനെ പരിഹസിക്കുന്ന ഒരാൾക്കാരുണ്ട്. അവരെന്താണ്, അവർ വലിയ ഒരു സർവീസ് സമൂസ കൊണ്ടുപോകുന്ന അവർ കൊണ്ടുപോകാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനെ പരിഹസിക്കുന്നത്, അവരുടെ വിശ്വാസത്തിനെ പരിഹസിക്കുന്നത്. ഏത് കൈൻഡ് ഓഫ് ഏത് റിലീജിയനെ നമ്മളിതിനെ പരിഹസിക്കുന്നത്? ഇപ്പോൾ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ ശാസ്ത്രം വെച്ചാൽ കൈകാര്യം ചെയ്യുന്നത്, അവർ ഭയങ്കര വിശ്വാസികൾ നമ്മൾ കണ്ടിട്ടില്ലേ? നാസയിൽ പോലും അവർ ഈ റോക്കറ്റുകൾ അയക്കുമ്പോൾ കടല കുറിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെപ്പോഴും അങ്ങനെ കുറിച്ചപ്പോൾ വിജയിച്ചിട്ടുള്ള വിശ്വാസം കൊണ്ട് നടക്കുകയാണ്. അത് മാത്രം ശാസ്ത്രീയമാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസം എന്ന് പറയുന്ന സംഗതി സമ്പൂർണ്ണമായും അബദ്ധമായിരിക്കുന്നു. ദൈവവിശ്വാസികളായ മനുഷ്യർ ഒരുപാട് ഉപകാരം ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ശാസ്ത്രം ഒരുപാട് ഉപകാരം ചെയ്യുന്നത് പോലെ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യർ ഒരുപാട് നന്മ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മുടെ കോ എക്സിസ്റ്റൻസ് സാധ്യമാവുന്ന കാര്യം ആലോചിക്കണം. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ വിജയത്തെ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. നാളെ ശാസ്ത്രമാണ് നമ്മളെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടത്. അതേസമയം നമ്മൾ ബാക്കിയെല്ലാം അബദ്ധമാണെന്നുള്ള ഒരു തരം ബ്ലൈൻഡായിട്ടുള്ള തിയറീസ് അവതരിപ്പിക്കാനുള്ള സമയമാണ് എന്ന് തോന്നുന്നില്ല. അത് മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് കൂടുതൽ മുന്നേറ്റം ശാസ്ത്രത്തിനുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. ശരി.